അടിപൊളി സിനിമയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നല്ല ഒരു നാടൻ സദ്യയിലിടയ്ക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള കുറച്ച് ചിക്കൻ, ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ നല്ല സ്റ്റണ്ട് അടിപൊളി, പിന്നെ ക്യാമറ, ഡയറക്ഷൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി സിനിമ. എല്ലാവരും ഫാമിലിയായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ദിലീപേട്ടൻ വേറെ ലെവലാണ് കേട്ടോ. ദിലീപേട്ടൻ പക്ക എന്താ പറയേണ്ടത്, ദിലീപേട്ടന് ഈ ഒരു ഇത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ളത് ദിലീപേട്ടനായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സ് തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം ഫീൽ ചെയ്ത്. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പലയിടത്തും നമുക്ക് ആ സങ്കടമുണ്ട്, ആ രീതിയിലാണ്. പക്ഷേ സിനിമ തീർന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു സങ്കടം, നമുക്കൊരു വേദന ഇവിടെ നിൽക്കുക. അതാണ് തങ്കമണി. അതാണ് സീരിയസ്. കാരണം വെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ ഈ ഇങ്ങനെ ഒരു തങ്കമണി എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അത് ഈ ദിലീപേട്ടൻ ഫാൻസ് അസോസിയേഷനിൽ അവരെല്ലാം ലേഡീസ്, വുമൺസ് ഫാൻസ് അസോസിയേഷൻ അവർ പോയി അത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നും ആ ഒരു ബോർഡൊക്കെ അവരുടെ ഇത് പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. അന്നേരമാണ് അങ്ങനെ സ്ഥലം ഉണ്ടെന്നും അപ്പോൾ ഈ സിനിമ എന്തായാലും കണ്ടിരിക്കണമെന്ന് തോന്നിയത്. അതുകൊണ്ട് അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. പ്രേക്ഷകരായിട്ട് ഓഫ്കോഴ്സ് എല്ലാവരും അറിയുന്ന ആൾക്കാരല്ലേ. ഭയങ്കര സന്തോഷം ടീമിൻ്റെ മൊത്തത്തിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സിനിമ കണ്ടതിൽ. പിന്നെ ഒബിയസ്ലി ഒരു പെയിൻ ഉണ്ട് ആ പടം കഴിഞ്ഞപ്പോഴത്തേക്കും. സ്വാഭാവികമായിട്ട് കുറച്ച് ഇമോഷണലായി ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. ഞാൻ ആ ഇൻസിഡൻസ് മൊത്തത്തിൽ അങ്ങനെയാണല്ലോ. പിന്നെ ദിലീപേട്ടന് ഉറപ്പായിട്ടും താങ്ക് യു. പിന്നെ നിതാപ്പിള്ള നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു. റിയൽ സ്റ്റോറിയാണ്. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. കുറേ സീനൊക്കെ ഇങ്ങനെ കരഞ്ഞൊന്നുമില്ല, നല്ലോണം കരഞ്ഞു. എൻ്റെ അടുത്തായിരുന്നു നല്ലോണം കരഞ്ഞു. നല്ല പടം. കുഴപ്പമില്ല. സിനിമ എങ്ങനെയുണ്ട്? നല്ലൊരു മൂവിയാണ്. നല്ലൊരു ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണ് ഈ മൂവി. പിന്നെ അത് ലാഗൊന്നും ഇല്ലായിരുന്നു. കാരണം ഇതൊരു ട്രൂ ബേസ്ഡ് സ്റ്റോറി ആയതുകൊണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു ക്ലാസ് പടം മാത്രമല്ല, മാസ് പടമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ ഒരു കംബാക്ക് എന്ന് പറയാം. കാരണം വെച്ചാൽ പ്രീവിയസ് മൂവീസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു നല്ല മൂവിയാണ്, നല്ല അടിപൊളി മൂവിയാണ്. സൂപ്പർ. നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കണം. ഇപ്പം ഞാനൊക്കെ 2000 ജനിച്ചിരിക്കുന്നത്. ഇപ്പം ഇത് 1986 നടന്ന സംഭവമാണ്. അപ്പം എല്ലാവരും പോയി കണ്ടിരിക്കണം ഈ തങ്കമണി എന്ന് പറഞ്ഞ പടം. കാലഘട്ടത്തിലെ സംഭവങ്ങൾ വളരെ ദിലീപേട്ടനൊക്കെ എടുക്കിയിട്ടുണ്ട്. വളരെ മേക്ക് ഓവർ എല്ലാം നല്ല ഗംഭീരമായ ഒരു കാലഘട്ടത്തിലെ കഥയാണ്. അത് വളരെ ശക്തമായിട്ട് പറഞ്ഞു കാണേണ്ട സിനിമ. കാലക്കിട്ട് മ്യൂസിക് സൂപ്പർ. പടം ഇത് കഴിഞ്ഞ് അടുത്ത ഷോയ്ക്ക് കൂടി കയറണം എന്നാണ് ആഗ്രഹം. ജസ്റ്റ് കിഡിങ്. സൂപ്പർ പടമാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.